നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി വിഷം തുപ്പി തുടങ്ങിയോ എന്നാണ് പലർക്കും സംശയം. ജാർഖണ്ഡിലെ മിക്കവാറും നവംബർ മാസം ഡിസംബർ മാസത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത ഒരുങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജംഷഡ്പൂരിലെത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് വലിയ ഗംഭീരമായ ഒരു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ റോഹിംഗ്യന്മാരും നുഴഞ്ഞുകയറ്റക്കാരും, റോഹിംഗ്യൻ അഭയാർത്ഥികളൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ, അപ്പോൾ അവരും ഈ നുഴഞ്ഞുകയറ്റക്കാരും കൂടി ജാർഖണ്ഡിനെ പിടിച്ച് അവിടുത്തെ പഞ്ചായത്തുകളുടെ ഭരണം അവർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ കണ്ടെത്തൽ. അവിടെ കണ്ടെത്തലാണോ അതിൻ്റെ യഥാർത്ഥമായ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായി പോകുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ വംശീയ വിദ്വേഷം വളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ മതപരമായ വിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസ്താവനകൾ പറയുന്നത് ശരിയോ എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ കാവലാളായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ സംസ്ഥാനത്തും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട് ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവിടെ ഇനിയിപ്പോൾ ഒരു റോഹിംഗ്യൻ അഭയാർത്ഥികൾ എത്തുന്നു, അതുപോലെ പശ്ചിമ ബംഗാൾ വഴി അല്ലാന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരുണ്ടാകുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി പറയുമ്പോൾ ആ പ്രധാനമന്ത്രിക്ക് അത്തരം നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ട ഒരു വിൽ പവർ അല്ലെ നിയന്ത്രിക്കാൻ വേണ്ടിയ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. കാര്യം സൈന്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അവിടെ ഇൻഫിൽട്രേഷൻ, അതായത് നുഴഞ്ഞുകയറ്റം ഇത്ര കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഒരു ചർച്ച ചെയ്ത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ കൊണ്ടുവരുന്നതിന് പകരം ഇതിനെ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നാണ് ഒരു പക്ഷം. കാര്യം ഒരു പ്രധാനമന്ത്രിക്ക് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. അവിടെ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, പ്രധാനമന്ത്രിയെ തിരിച്ചറിയുന്നു, സംസ്ഥാനത്തെ വിളിക്കാം. അവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന JMM ആണ് അവിടെ ഭരിക്കുന്നത്. അവരെ വിളിച്ചു ചേർക്കാം, അവരുടെ ഭരണാധികാരികളെ വിളിച്ച് അവരുമായി ഒരു ചർച്ച വയ്ക്കുന്നു, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൈമാറുന്നു. ഇതായിരിക്കണം ഒരു രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്. അതിന് പകരം ഇതിനെ കേവലം രാഷ്ട്രീയ പ്രീണനം അല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായി കാണുന്നത് ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ സമീപനമായിട്ടാണ് തോന്നുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു JMM, അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച, അവിടെ ഒരു പ്രീണന രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളും നുഴഞ്ഞുകയറ്റക്കാരും കൂടി, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരും അവിടെ ഉണ്ടാകുന്നു, അവരെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരെ പ്രീണിപ്പിച്ച് നിർത്താൻ. ആ പ്രീണനം എന്ന് വെച്ചാൽ തീർച്ചയായും നമുക്കറിയാം ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ ഒരു പ്രീണന നയം, ഒരു മുസ്ലിം പ്രീണന നയം ഇവിടെ JMM അതായത് ജാർഖണ്ഡ് മുക്തി മോർച്ച നടത്തുന്നു എന്നുള്ളതാണ് ജംഷഡ്പൂരിൽ റാലിയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ JMM ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് അവിടെ അവർ നടത്തി വരുന്നത്, അവിടുത്തെ സർക്കാർ നടത്തി വരുന്നത്. ആദിവാസികളുടെ ഭൂമിയും കുന്നും പിടിച്ചടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സന്ധി ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ അതിന് അനുവദിക്കുന്ന തരത്തിലാണ് അവിടുത്തെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ സമീപനങ്ങൾ, രാഷ്ട്രീയ സമീപനം എന്ന് പറയുന്നു. അതായത് കോൺഗ്രസിൻ്റെ പ്രേതം അവരെ ആവേശിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ആദിവാസികളുടെയും ഭൂമി പിടിച്ചെടുത്ത് കോൺഗ്രസ് സർക്കാർ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു. അതായത് അവരുടെ സ്വത്തുക്കളും സ്വർണങ്ങളും എല്ലാം താലിമാല വരെ അവർക്ക് പണയം വെച്ചു കൊടുക്കും, അത്തരത്തിലുള്ള സമീപനം ഇവിടെ കോൺഗ്രസ്സുകാർ ചെയ്യും എന്നുള്ള തരത്തിൽ രാജ്യത്തെ രണ്ട് പാർട്ടാക്കി തിരിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ഹിന്ദുക്കളെന്നും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെന്നുമുള്ള വിവേചനത്തോടു കൂടി ഈ രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായത്. അതിനൊട്ടും വിപരീതമല്ലാത്ത സമീപനവും പ്രസ്താവനകളുമാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഈ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് നമ്മൾ ഓർക്കണം, നവംബറിലോ ഡിസംബറിലോ നടക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് അവിടെ ഈ രീതിയിലുള്ള ഒരു വംശീയ വർഗീയ പ്രീണന നയം നരേന്ദ്രമോദി അവിടെ കാഴ്ചവെക്കുന്നത്.
പിന്നെയോ ഇവിടെ നുഴഞ്ഞുകയറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെ, ഈ രീതിയിൽ അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ പ്രേതം JMM-നെ പിടികൂടിയിരിക്കുകയാണ്. അല്ലെ, അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്. കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിനെ അടിക്കാതെ എന്തായാലും നരേന്ദ്രമോദിക്ക് പ്രസംഗം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. ഈ രീതിയിൽ കോൺഗ്രസിനെ ഹിന്ദു വിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ട് ഹിന്ദുത്വ വോട്ടുകൾ BJPക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പൊയ്ക്കോട്ടെ, അതിൽ ക്രിസ്ത്യൻസിനെ കുറച്ചുപേരെ കൂടെ നിർത്താനുള്ള ശ്രമവും ഇവരുടെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ പരസ്പരം തല്ലിക്കുക എന്ന് പറയുന്ന, പരസ്പരം വിദ്വേഷം പടർത്തുക എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവിടെ നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട്, റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഒരുപാട് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇതറിയാമെങ്കിൽ അതിനെ തടയിടാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്? അതിന് പകരം ഇതിനെ രാഷ്ട്രീയ പ്രീണനം, സത്യത്തിൽ ഇവിടെ ഈ JMM നടത്തുന്നതിനെക്കാട്ടി വലിയ രാഷ്ട്രീയ കളികളാണ് ഇവിടെ ഇപ്പോൾ BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും പിടിച്ചടക്കുക എന്നുള്ള ഈ JMM എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിൽ അങ്ങാണ്ട് ചെറിയ തോതിൽ എന്തോ മാത്രമേ ഉള്ളൂ, കൂടുതലും ജാർഖണ്ഡിൽ തന്നെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അവരെ പോലും BJP ഭയക്കുന്നു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജാർഖണ്ഡ് കൂടി തങ്ങളുടെ കീശയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഒരു വർഗീയ പ്രീണനം. അവിടുത്തെ ആദിവാസികളാണ് അവിടെ കൂടുതലും ഉള്ളത്. അത്തരം ആദിവാസികളെ പ്രലോഭിപ്പിച്ചുകൊണ്ട്, ആദിവാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവരുടെ വോട്ടുകൾ അടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. നമുക്കിനി മറ്റൊരാൾ, നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ ചില വാക്കുകളുണ്ട്, അതേ നമുക്കൊന്ന് നോക്കാം. ആയിരക്കണക്കിന് സ്ത്രീകൾ, അല്ലെ, ആയിരക്കണക്കിന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുകയാണ്. എന്ത് വലിയ പ്രശ്നമാണ് എന്നാലോചിച്ച് നോക്കുക. ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളെ ഇവിടെ വരുന്ന നുഴഞ്ഞുകയറ്റക്കാർ വന്ന് വിവാഹം കഴിക്കുക. അവരെന്തിനു വേണ്ടി വിവാഹം കഴിക്കുന്നത്? സർട്ടിഫിക്കറ്റുകൾ നേടാനും അവിടെ ഭൂമി കൈവശം ആക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിവാഹം നടക്കുന്നത്. പണ്ട് അറബി കല്യാണങ്ങളൊക്കെ മലബാർ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ളത് പോലെ. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചില വാക്കുകൾ ഉപയോഗിച്ചു. ഇതുവരെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ചില വാക്കുകൾ മാത്രമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലാൻഡ് ജിഹാദ് എന്ന് പറയുന്ന പുതിയൊരു ജിഹാദിന് കൂടി, പുതിയൊരു വാക്ക് കൂടി ഈ രാജ്യത്തിന് സമ്മാനിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷാ. എന്നാൽ അതോടൊപ്പം തന്നെ നിഷികാന്ത് ദുബെ എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം പറഞ്ഞ BJPയുടെ MP ആണ്, 100 ആദിവാസി സ്ത്രീകളെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്ന്. അതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ഇവിടെ ഈ തരത്തിൽ ഒരു വംശീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിലൂടെ തങ്ങൾക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരരുത്, ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, എന്നോട് തർക്കിക്കരുത് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലത്തോളമായി അവിടെ മണിപ്പൂരിൽ സംഘർഷഭരിതമായി തുടരുകയാണ്. സ്ത്രീകൾ നഗ്നരായി അവരെ റോഡിലൂടെ അടിച്ചോടിക്കുകയാണ്. നിരവധി വീടുകൾക്ക്, ആരാധനാലയങ്ങൾക്കെല്ലാം അവിടെ തീയിടുകയുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ സർക്കാർ നിരന്തരം അവരുമായി, അക്രമകാരികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്ന മെയ്തേയും കുക്കി വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ചർച്ചകൾ ഫലവത്താകുന്നു. അവിടെ നടക്കുന്ന ഭീകരാക്രമണമല്ല, അവിടെ നടക്കുന്നത് വെറും കലാപം മാത്രമാണ്. അത് വെറും കലാപം എന്ന് പറയുമ്പോൾ എത്ര അധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്? എത്രയോ സ്ത്രീകൾ വിധവകളായി, എത്രയോ നിരാലംബരായ ഗർഭിണികളായ സ്ത്രീകളെ റോഡിലൂടെ വലിച്ചിഴച്ചു, എത്ര പേരെ ചുട്ടുകരിച്ചു. അപ്പം ഇതൊക്കെ സംഭവിച്ചത് ഈ പറയുന്ന BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്താണ്. പലപ്പോഴും ആ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് പോകാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി പല സംസ്ഥാനങ്ങളെയും കുറ്റം പറയുമ്പോൾ പ്രധാനമന്ത്രി മറന്നു പോകുന്ന കാര്യം എന്താണ്? അദ്ദേഹം ഇവിടുത്തെ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളും തങ്ങളുടെ മേൽനോട്ടത്തിൽ വരുന്ന ഒന്നാണ്, കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ വരുന്നതാണ്. അവിടുത്തെ ഈ പറയുന്ന നിയമവാഴ്ചകളെ നോക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാനത്തെ നിയമം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നിടത്ത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇടപെടാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലും തിരിച്ചറിയുന്നില്ല ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ പറയുമ്പോൾ. എന്നിട്ടിപ്പോൾ
ഈ പറയുന്ന ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവരുടെ ആദിവാസി ആദിവാസികളിൽ നിന്ന് വോട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അവിടെ ലവ് ജിഹാദും ലാൻഡ് ജിഹാദും നടക്കുന്നുണ്ട് എന്നുള്ള പ്രയോഗങ്ങൾ. അപ്പം ഈ രീതിയിലൊക്കെയാണ് BJP സർക്കാർ നടത്തുന്ന ഇരട്ടത്താപ്പ് നയം. വോട്ടിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ തന്നെ രണ്ടായി കാണാനും, രണ്ടായും മൂന്നായും നാലായും ഇവിടുത്തെ എത്ര വർഗമുണ്ടോ ആ വർഗത്തിനനുസരിച്ച് രാജ്യത്തെ വിഭജിച്ച് കാണാനുള്ള കഴിവാണ് സത്യത്തിൽ BJP സർക്കാരിന് ഉള്ളത്. ആ രീതിയിലാണ് ഓരോ പ്രസ്താവനകളും മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് എവിടെ വരുന്നോ അവിടെ പോയി കൃത്യമായി ആഞ്ഞടിച്ചിരിക്കും. അത് കോൺഗ്രസിനെയും അവിടുത്തെ ഭരണകക്ഷിയെയും ചുറ്റിപ്പറ്റിയായിരിക്കും ഇത്തരത്തിലുള്ള പ്രഹരം മുഴുവൻ നടക്കുന്നത്. അവിടുത്തെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലോ മറ്റേത് BJP അനുകൂലിക്കുന്ന മറ്റേതെങ്കിലും ഒരു കക്ഷിയോ അവിടെ അനുകൂലിക്കാത്ത ഏതെങ്കിലും ഒരു കക്ഷിയോ ആണ് അവിടെ ഭരണത്തിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെ വർഗീയത പറഞ്ഞിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗങ്ങളിൽ ഏറിയ പങ്കും വർഗീയ വിദ്വേഷം ജ്വലിച്ചു നിൽക്കുന്നതായിരുന്നു എന്ന് നമുക്ക് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദേശീയ സർവേയോ ആയിരുന്നില്ല. അത് ഒരു അന്തർദേശീയ സംഘടന നടത്തിയ ഒരു പഠനത്തിലാണ് നരേന്ദ്രമോദിയുടെ വംശീയ ധ്രുവീകരണ പ്രസംഗങ്ങളെക്കുറിച്ച് പുറത്തു വന്നത്. അപ്പോൾ ഈ രീതിയിലെല്ലാം രാജ്യത്തെ രണ്ടായി കാണുകയും, ഇപ്പം ജാർഖണ്ഡിലെ ഒരു ഉദാഹരണം, ഇനി നിരവധിയായ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ വരുമ്പോൾ അയ്യപ്പനെ വിളിക്കും, സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കും. അത് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇവിടെയെല്ലാം എവിടെയാണോ മതവികാരം വ്രണപ്പെടുന്നത്, അപ്പോൾ അത്തരം വികാരങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ള മരുന്നുകളാണ് പലപ്പോഴും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പ്രസംഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള പ്രവണത എത്ര കാലം ഇനി മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാര്യം ഇങ്ങനെ മതപരമായി ഭിന്നിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനിരിക്കുന്നവർക്ക് ഉള്ള തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഈ രീതിയിലുള്ള പ്രീണന നയങ്ങളുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ജനം വീണ്ടും അത്തരത്തിൽ അവരുടെ സമ്മതിദാന അവകാശം നിങ്ങൾക്കെതിരായി, BJPക്കെതിരായി ഉപയോഗിച്ചിരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.